പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അന്ന് രാവിലെ തന്നെ വിക്രമിന്റെ ഫോണിലേക്ക് ശ്രീനിവാസൻ സാർ വിളിക്കുന്നുണ്ട്. ആ കോൾ കട്ട് ചെയ്ത് വിക്രം അങ്ങനെ സിറ്റ് ഔട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോഴാണ് മാഷും കമലയും അങ്ങോട്ടേക്ക് വരുന്നത്. വിക്രമിന്റെ വിഷമമുള്ള മുഖം കണ്ടപ്പോൾ അവർക്ക് നല്ല സങ്കടമായിരുന്നു. എന്താടാ മോനെ ഇപ്പോഴും നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഇന്നലെയും നീ എങ്ങോട്ടേക്കും പോയില്ലല്ലോ. നീ ഇങ്ങനെ തളർന്നിരുന്ന വേദ തിരിച്ചു വരുമോ എന്ന് കമലമ്മ സങ്കടത്തോടെ ചോദിക്കും. ആ കുട്ടി ഈ വീട്ടിലേക്ക് വന്ന അന്നു മുതൽ ഈ ശ്രീനിവാസന്റെ പേരിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ നല്ല തർക്കമായിരുന്നില്ലേ? ആ ബന്ധം വേണ്ടെന്ന് എത്ര തവണ അവൾ നിന്നോട് പറഞ്ഞതാണ്. അപ്പോഴൊന്നും നീ കേട്ടില്ലല്ലോ. പകരം അയാളെ സപ്പോർട്ട് ചെയ്ത് അയാൾക്ക് വേണ്ടിയിട്ട് നീ എന്തും ചെയ്യാൻ നിൽക്കുകയായിരുന്നു. അതുമാത്രമല്ല അവളുടെ കഴുത്തിലെ താലി വരെ പൊട്ടിക്കാൻ നീ നോക്കിയതല്ലേ? അന്ന് അയാൾ തടഞ്ഞതുകൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിക്കാതിരുന്നത്. എന്നിട്ടിപ്പോ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ഒരു കണക്കിന് പറഞ്ഞാൽ നീ തന്നെയാണ് അവൾ പോവാൻ കാരണമായതും. കമലമ്മ പറഞ്ഞതൊക്കെ ശരിയാണെന്നും തന്റെ തെറ്റുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നും വിക്രം ഉള്ളിൽ ചിന്തിക്കുന്നുണ്ട്. അന്നേരം വീണ്ടും ശ്രീനിവാസൻ ചേർത്ത വിക്രമിന്റെ ഫോണിലേക്ക് വിളിക്കും. വിക്രം ഫോൺ എടുക്കാതെ ഫോൺ കട്ട് ചെയ്യുന്നതും കണ്ടുകൊണ്ട് തന്നെ ആരാണ് നിന്നെ വിളിക്കുന്നത് എന്ന് കമലമ്മ ചോദിക്കും. ശ്രീനി സാറാണ്, പാർട്ടി ഓഫീസിൽ പോവാൻ വിളിക്കുന്നതാണെന്നും പറയും. പക്ഷേ എനിക്ക് സംസാരിക്കാൻ വയ്യെന്ന് വിക്രം പറയാണ്. എന്നാൽ അയാളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുകയാണെന്ന് അങ്ങോട്ടേക്ക് പറയണം. ഇനി അയാൾ ഒരിക്കലും നിന്നെ വിളിക്കരുത്, എന്നെ ശല്യം ചെയ്യരുത്, നീ അങ്ങ് പറയണമെന്നൊക്കെ പറയും. ഇനി അയാൾ വിളിക്കരുത്, എന്നെ ശല്യം ചെയ്യരുത് എന്ന് അയാൾ വിളിക്കുന്നതോടുകൂടെ തന്നെ നീ അങ്ങ് പറയണമെന്ന് പറഞ്ഞു കൊടുക്കട്ടെ സുധാകര മാഷ്. പക്ഷേ താൻ മാറിയെന്ന് പറഞ്ഞാലും വേദ വിശ്വസിക്കില്ല എന്നും വെറുതെ പറയുന്നതാണെന്ന് അവൾ കരുതുമെന്നും കമലമ്മ ഓർമ്മിപ്പിച്ചു. അപ്പോൾ വിക്രം ഒരു തീരുമാനമെടുത്തു. ഞാൻ ശ്രീനി സാറിനോട് പറയാൻ പോകുകയാണ്. ഇനി സാറുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല എന്ന്. പാർട്ടിയിലെ എല്ലാ സ്ഥാനങ്ങളും ഞാൻ ഒഴിയും. അത് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പരസ്യമാക്കുകയും ചെയ്യും. അപ്പോഴെങ്കിലും അവൾ ആ കാര്യം വിശ്വസിക്കുമല്ലോ. അമ്മ ഏതായാലും കാപ്പി എടുത്തു വെക്ക്, ഞാൻ കുളിച്ചിട്ട് വരാം. അയാളെ കണ്ട് എനിക്കെല്ലാം തന്നെ ഇന്നത്തോടുകൂടെ തീർക്കണം. എന്റെ തെറ്റ് ഞാൻ തന്നെ തിരുത്തിക്കോളാം അമ്മേ, പോരെ എന്ന് വിക്രം ചോദിച്ചു. നീ അവളെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ എന്ന് അമ്മ അത്ഭുതപ്പെട്ടപ്പോൾ അറിയാതെ അവൾ എന്റെ മനസ്സ് കീഴടക്കി പോയി അമ്മേ. അവളെ ഓരോ നിമിഷവും ഞാൻ അത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട്. ഇന്ന് തന്നെ അവളെ ഇങ്ങോട്ടേക്ക് തിരികെ കൊണ്ടുവരണമെന്നാണ് എന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞ് വിക്രം സങ്കടപ്പെട്ട് അകത്തേക്ക് പോയി. വിക്രം ഇത്രമാത്രം മാറുമെന്ന് താൻ കരുതിയില്ല എന്നും ഒരു പെണ്ണിനെ ഇങ്ങനെയൊക്കെ മാറ്റാൻ കഴിയുമെന്നും മാഷ അത്ഭുതപ്പെടുന്നുണ്ട്. വേദ വന്നതോടുകൂടിയാണ് ഈ വീടിന് ഒരു വെളിച്ചം വന്നത് എന്നും അവൾ തിരികെ എത്തണമെന്നുമാണ് തന്റെ ആഗ്രഹമെന്നും കണ്ണു നിറഞ്ഞു കൊടുത്തതിന് കമലമ്മയും പറയും. ഉടനെ വിക്രം ശ്രീനിവാസനെ കാണാൻ പോയി. താൻ എവിടെയായിരുന്നു? എത്ര തവണ തന്നെ വിളിച്ചു? സാഹചര്യം മോശമായതുകൊണ്ടാണ് വീട്ടിലേക്ക് വരാഞ്ഞത് എന്നൊക്കെ ശ്രീനിവാസൻ സാറ് പറയുമ്പോൾ എനിക്ക് സാറിനോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് എന്ന് വിക്രം പറഞ്ഞു. സാർ എന്നോട് ക്ഷമിക്കണം. എനിക്കിനി നിങ്ങളുടെ പാർട്ടിയുമായിട്ടോ മറ്റ് ഇടപാടുകളുമായിട്ടോ യാതൊരുവിധ ബന്ധവുമില്ല. എല്ലാം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്ന് പറയും. ഇത് കേട്ടതോടുകൂടി തന്നെ ശ്രീനിവാസൻ സാറ് ഒന്നങ്ങ് ഞെട്ടിപ്പോയി. തന്നെ വിട്ട് എങ്ങും പോവില്ല എന്ന് പറഞ്ഞവൻ ഇപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നത് വേദയുടെ വാക്ക് കേട്ടിട്ടാണോ എന്ന് അയാൾ ചോദിച്ചു. അല്ല, ഇതെന്റെ തീരുമാനമാണ്. വേദ തിരിച്ചു വരണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. എന്നെ സഹായിച്ചതിനും കൂടെ നിന്നതിനും നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് വിക്രം അവിടെ നിന്നും ഇറങ്ങി. എന്നാൽ വിക്രമിനെ പോലെ ഒരാളെ നഷ്ടപ്പെടുന്നത് ശ്രീനിവാസന് വലിയൊരു തിരിച്ചടിയായിരുന്നു. അയാൾക്ക് ദേഷ്യവും വിഷമവും ഒരുപോലെ വന്നു. പിന്നാലെ വിക്രം തന്റെ രാജിവാർത്ത സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുകയും ചെയ്തു. ഇത് കണ്ട് സുധയും ശ്രീനിവാസനും വേദയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. വീട്ടിലെല്ലാവരും ഇത് കണ്ട് സന്തോഷിക്കുമ്പോൾ നന്ദിനി മാത്രം ദേഷ്യത്തിലായിരിക്കും. ഒരു പെണ്ണിനു വേണ്ടി വിക്രം ഇങ്ങനെ മാറിയത് അവൾക്ക് ദഹിക്കുന്നില്ല. വിക്രം ഒന്നിനും കൊള്ളാത്തവനായോ എന്ന് അവൾ വിനായകനോട് ചോദിച്ചപ്പോൾ വേദയുടെ സ്വഭാവം കൊണ്ടാണ് അവൻ അവളെ സ്നേഹിക്കുന്നത് എന്നും അവളെ പോലൊരു കുട്ടിയെ ഈ ലോകത്ത് കിട്ടില്ല എന്നും വിനായകൻ മറുപടി കൊടുത്തു. ഇത് കേട്ടതോടുകൂടി തന്നെ നന്ദിനിക്ക് നല്ല അസൂയയും ദേഷ്യവും കൂടി. ഇതേ സമയത്തിന് ദീപ്തി വിക്രമിന്റെ വീഡിയോ വേദയെ കാണിക്കാനായി ചെന്നു. വേദ കുളിച്ചുകൊണ്ടിരിക്കുകയാണെന്നറിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന അവളുടെ ഫോണ് ദീപ്തി ഒന്ന് പരിശോധിച്ചു. അതിൽ ശ്രീനിവാസന്റെ നമ്പറിൽ നിന്നും ഒരുപാട് കോളുകൾ വന്നത് കണ്ട് അവൾക്ക് സംശയം തോന്നി. അച്ഛനെ കാണാതായ അന്നു മുതൽ ഇയാള് വേദയെ വിളിക്കുന്നുണ്ടല്ലോ. ഇവർ തമ്മിൽ നമ്മൾ അറിയാത്ത എന്തെങ്കിലും രഹസ്യമുണ്ടോ എന്ന് അവൾ ചിന്തിച്ചു. അപ്പോഴേക്കും വേദ വന്നു. നീ എന്തിനാ എന്റെ ഫോൺ നോക്കുന്നത് എന്ന് വേദ ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോൾ താൻ വെറുതെ നോക്കിയതാണെന്നും വേദ വിക്രമിന്റെ വീഡിയോ ഒന്ന് കാണണമെന്നും പറഞ്ഞു. ശ്രീനിവാസനുമായിട്ടുള്ള ബന്ധം വിക്രം ഉപേക്ഷിച്ച വാർത്ത കേട്ട് വേദയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. ചേച്ചിക്ക് വേണ്ടി വിക്രം ചേട്ടൻ ഇത്രയൊക്കെ ചെയ്തില്ലേ? ഇനിയെങ്കിലും ആ പാവത്തിനെ ഇങ്ങനെ വേദനിപ്പിക്കാതെ ഒന്ന് തിരിച്ചുപോയിക്കൂടെ എന്ന് ദീപ്തി ചോദിക്കാണ്. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ ബന്ധം ഞങ്ങൾ കാരണം തകരില്ല എന്ന് പറഞ്ഞ് വേദ അവളെ പറഞ്ഞയച്ചുവെങ്കിലും ഉള്ളിൽ വലിയ സങ്കടത്തിലായിരുന്നു വേദ. ശ്രീകാന്ത് തന്റെ അമ്മായിയച്ഛനായിട്ടുള്ള ചന്ദ്രശേഖരനോട് വേദ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാൻ സാധ്യതയുണ്ട് എന്നും ഉടനെ തന്നെ വിവാഹമോചനം നടത്തണമെന്നും ദർശനുമായിട്ട് കല്യാണം ഉടനെ തന്നെ നടത്തണമെന്നൊക്കെ പറയുന്നുണ്ട്. വേദയുടെ മനസ്സ് മാറുന്നതിന് മുൻപേ തന്നെ കാര്യങ്ങളൊക്കെ നീക്കണമെന്നും അയാൾ ഉറപ്പിച്ചു പറഞ്ഞു.
രാത്രി ശങ്കരനാരായണനോട് സംസാരിച്ച് വേദയ്ക്ക് വിക്രമിനെ പിരിയണമെന്നാണ് ആഗ്രഹമെന്നും അവൾ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തന്നുവെന്നും അയാൾ കള്ളം പറഞ്ഞു. വിക്രം മാറിയ സ്ഥിതിക്ക് ഇനി എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കണമെന്ന് ശങ്കരനാരായണൻ ചോദിച്ചുവെങ്കിലും വേദയുടെ ഭാവിക്ക് ഇതാണ് നല്ലത് എന്ന് ശ്രീകാന്ത് പറഞ്ഞ് അയാളെ അങ്ങ് സമ്മതിപ്പിച്ചു. ഇതേ സമയം വിക്രം വേദയെ ഫോണിൽ വിളിക്കുന്നുണ്ട്. അവൾ ഫോൺ എടുക്കുമെന്ന് അവൻ കരുതിയെങ്കിലും അവൾ കോള് കട്ട് ചെയ്യുകയാണ് ചെയ്തത്. രണ്ടുപേരും രണ്ടു മുറിയിലിരുന്ന് പരസ്പരം ഓർത്തങ്ങ് വിഷമിച്ചിരിക്കുകയാണ്. പിറ്റേന്ന് അരുണും ദീപ്തിയും വിക്രമിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് ചെന്നു. വേദയുടെ ഈ ഒരു മാറ്റത്തിന് ആരെങ്കിലും അവളെ പേടിപ്പിക്കുന്നുണ്ടാകുമെന്ന് വരുൺ സംശയം പ്രകടിപ്പിച്ചു. ശ്രീനിവാസന്റെ കോളുകൾ അവളുടെ ഫോണിൽ വരുന്നത് കണ്ട കാര്യം ദീപ്തി വിക്രമിനോട് പറയുന്നുണ്ട്. ശ്രീകാന്തും ഇതിന് പിന്നിലുണ്ടോ എന്നും അവർ സംശയിച്ചു. MLA വാസവനും ഈ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു. വേദ സ്വന്തം ഇഷ്ടപ്രകാരമല്ല വീട് വിട്ടു പോയത് എന്നും ശ്രീകാന്ത് അവളെ ഭീഷണിപ്പെടുത്തുകയാണെന്നും ദീപ്തി വാസവനോട് പറഞ്ഞു. ശ്രീകാന്ത് തന്റെ മകനെ കൊണ്ട് അനിയത്തിയെ കല്യാണം കഴിപ്പിക്കാമെന്ന് പറഞ്ഞ് തന്നെ ചതിക്കുവാണോ എന്ന് വാസവൻ സംശയിക്കാൻ തുടങ്ങി. ഓഫീസിൽ ചെന്ന് ശ്രീകാന്തിനെ കണ്ടപ്പോൾ വിക്രമിനെ കൊല്ലാൻ വാസവന്റെ സഹായം അയാൾ ചോദിച്ചു. ഇത് കേട്ട് വാസവന് കാര്യങ്ങളൊക്കെ ഏകദേശം ബോധ്യമായിരുന്നു. വിക്രം സത്യങ്ങൾ തെളിയിക്കുമെന്ന് പേടിച്ചിട്ടാണ് ശ്രീകാന്ത് അവനെ ഇല്ലാതാക്കാൻ നോക്കിയത് എന്ന് അയാൾക്ക് മനസ്സിലായി. വിക്രം വീണ്ടും വേദയെ വിളിക്കാൻ പോവുകയാണെന്ന് വീട്ടുകാരോട് പറഞ്ഞു. എന്നാൽ അപ്പോഴേക്കും അവരുടെ വീട്ടിലേക്ക് ഒരു വക്കീൽ നോട്ടീസ് വന്നു. അത് ഡിവോഴ്സ് നോട്ടീസ് ആയിരുന്നു. അത് കണ്ട് സുധാകര മാഷും കമലമ്മയും ആകെ ഞെട്ടിപ്പോയി. സന്തോഷത്തോടെ വീട്ടിലേക്ക് വന്ന വിക്രം ഇത് വായിച്ചതോടുകൂടി തന്നെ ആകെ തകർന്നടിഞ്ഞു പോവാണ്. വേദയിൽ നിന്നും ഇങ്ങനൊരു ഡിവോഴ്സ് നോട്ടീസ് വിക്രം ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. അവളുടെ സമ്മതത്തോടു കൂടിയാണോ ഇത് വന്നത് എന്ന് വിശ്വസിക്കാൻ പോലും അവനായില്ല. ശ്രീകാന്ത് വേദയെ കണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു. വിക്രമിന്റെ വീട്ടിലേക്ക് ഡിവോഴ്സ് നോട്ടീസ് പോയിട്ടുണ്ട് എന്നും ഇനി അങ്ങോട്ടേക്ക് പോകില്ല എന്നും അയാൾ പറഞ്ഞു. ഇനി നീ ഒരിക്കലും അങ്ങോട്ടേക്ക് പോകില്ലെന്നും അയാൾ പറഞ്ഞു. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ദർശനുമായിട്ടുള്ള കല്യാണം നടക്കില്ല എന്ന് വേദ തീർത്തും പറയാണ്. എന്നാൽ ദീപ്തിക്ക് ഇതിൽ എന്തോ ഒരു പന്തികേട് തോന്നി. അവൾ വിക്രമിനെയും അരുണിനെയും കണ്ട് ചേച്ചി കരയുകയായിരുന്നുവെന്നും ആരോ അവളെ പേടിപ്പിക്കുന്നുണ്ട് എന്നും പറഞ്ഞു. വിക്രമിന്റെ അച്ഛനെ തട്ടിക്കൊണ്ടുപോയതിനു പിന്നിൽ ആരാണോ അവർ തന്നെയായിരിക്കും വേദയെ ഭീഷണിപ്പെടുത്തുന്നത് എന്ന് ദീപ്തി സംശയിച്ചു. വാസവൻ വിക്രമിനെ തടഞ്ഞു നിർത്തി ശ്രീകാന്ത് തന്നെ കൊല്ലാൻ കൊട്ടേഷൻ നൽകിയ വിവരം അറിയിച്ചു. നിന്റെ അച്ഛനെ തട്ടിക്കൊണ്ടുപോയതിനു പിന്നിൽ ശ്രീകാന്ത് ആണെന്നും അത് തെളിയിക്കാൻ നോക്കണമെന്നും അയാൾ പറഞ്ഞു. വിക്രം ഉടനെ തന്നെ തന്റെ സുഹൃത്തുക്കളുമായി ചേർന്നിട്ട് ഒരു പ്ലാൻ ഇട്ടു. അവർ ശ്രീകാന്തിന്റെ ഭാര്യയായ വർഷയെ തട്ടിക്കൊണ്ടുപോയി ഒരു ഗോഡൌണിൽ അങ്ങ് കെട്ടിയിട്ടു. വിക്രം ശ്രീകാന്തിനെ വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് സംഗതി കാണിച്ചു കൊടുത്തു. പേടിച്ചുപോയ ശ്രീകാന്ത് വിക്രം പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. അവിടെ വെച്ച് വിക്രം അയാളെ നല്ലോണം അങ്ങ് പെരുമാറി. വർഷയോട് നിന്റെ കള്ളത്തരങ്ങളൊക്കെ പറയുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചപ്പോൾ ശ്രീകാന്ത് എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞു. മാഷിനെ തട്ടിക്കൊണ്ടുപോയതും വേദയെ ഭീഷണിപ്പെടുത്തിയതും അങ്ങനെ ആ ഒരു ഡിവോഴ്സ് നോട്ടീസിൽ ഒപ്പിട്ടിപ്പിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൻ സമ്മതിച്ചു. ഇതെല്ലാം വിക്രം ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നേരെ വേദയുടെ വീട്ടിലേക്ക് വിക്രം ചെന്നു. തെളിവുകളുമായിട്ടാണ് താൻ വന്നത് എന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ടതിനെ ശ്രീകാന്ത് സത്യം പറയുന്ന ആ ഒരു വീഡിയോ രംഗം അങ്ങ് കാണിച്ചു കൊടുത്തു. എന്നാൽ തന്റെ മകന്റെ ചതി അറിഞ്ഞുകൊണ്ടതിന് ശങ്കരനാരായണൻ പത്മവും ആകെ ഞെട്ടിപ്പോയി. ശ്രീകാന്ത് ഇത്രമാത്രം ചതിയനായിരുന്നോ ദുഷ്ടനായിരുന്നോ എന്ന് അച്ഛനും അമ്മയും അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ആ വീഡിയോ കണ്ടതോടുകൂടി തന്നെ വേദക്കും കാര്യങ്ങളെല്ലാം മനസ്സിലായിരുന്നു. ഇനി ഏതായാലും തന്റെ വേദയെ താൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് വിക്രം പറഞ്ഞു. വിക്രം വേദയെ ചേർത്ത് പിടിച്ചുകൊടുത്തിന് അവിടെ നിന്നും ഇറങ്ങി. തന്നെ രക്ഷിച്ച വിക്രമിനോട് ക്ഷമ ചോദിച്ചുകൊടുത്തിന് വേദ അവനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. ഒടുവിൽ എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി തന്നെ വിക്രം വേദയെ സ്വന്തം വീട്ടിലേക്ക് തന്നെ തിരികെ കൊണ്ടുപോയി. വിക്രം വേദയുടെ കൈപിടിച്ച് പടിവാതിൽ കടന്നു വരുമ്പോൾ കമലമ്മയും മാഷും ഉമ്മറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. വേദയെ കണ്ടതും കമലമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്റെ കുട്ടി തിരിച്ചു വന്നല്ലോ എന്നും പറഞ്ഞ് കമലമ്മ അവളെ കെട്ടിപ്പിടിച്ചു. വേദ പൊട്ടിക്കരഞ്ഞുകൊണ്ടതിന് കമലമ്മയുടെ തോളിലേക്ക് അങ്ങ് ചാഞ്ഞു. ഇത്രയും കാലം മനസ്സിൽ കൊണ്ടു നടന്ന ആ ഒരു ഭാരങ്ങളെല്ലാം തന്നെ കണ്ണുനീരോടുകൂടി അങ്ങ് ഒലിച്ചുപോയി. മാഷി വിക്രമിന്റെ തോളിൽ തട്ടി പറഞ്ഞു, നീ ജയിച്ചു മോനെ, സത്യം എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. എന്നാൽ വീടിനുള്ളിൽ നന്ദിനിയുടെ മുഖം കറുത്തിരണ്ടതായിരുന്നു. വിക്രമും വേദയും ഒന്നിക്കുന്നത് അവൾക്കൊട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. എല്ലാം അറിഞ്ഞല്ലോ, ഇനി എന്തിനാ ഇവിടെ എങ്ങനെ നിൽക്കുന്നത് എന്ന് വിനായകൻ നന്ദിനിയോട് ദേഷ്യപ്പെട്ട് ചോദിക്കാണ്. തന്റെ ചതികൾ ഓരോന്നോരോന്നായി പൊളിഞ്ഞതോടുകൂടി തന്നെ നന്ദിനി താൽക്കാലികമായി അങ്ങ് ഉൾവലിഞ്ഞു. പിറ്റേന്ന് രാവിലെ തന്നെ വിക്രം ശ്രീനിവാസന്റെ ഓഫീസിലേക്ക് ചെന്നു. പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും രേഖകളും ഫയലുകളും അയാളുടെ മുന്നിൽ അങ്ങ് വെച്ചു. ഇനി ഈ വിക്രം പഴയ ആ ഗുണ്ടയല്ല ശ്രീനി സാറേ, എനിക്ക് എന്റെ കുടുംബവും സമാധാനവുമാണ് വലുത്. വിക്രം ഉറച്ച സ്വരത്തിൽ തന്നെ പറഞ്ഞു. ശ്രീനിവാസൻ ഒന്നും മിണ്ടാതെ തല താഴ്ത്തിയിരുന്നു. വിക്രമിന്റെ ഈ ഒരു മാറ്റം നാട്ടുകാരും പാർട്ടി പ്രവർത്തകരുമെല്ലാം അത്ഭുതത്തോടു കൂടിയാണ് കണ്ടത്. അതേസമയം ശ്രീകാന്തിന്റെ വീട്ടിൽ വലിയ തർക്കങ്ങൾ നടക്കുകയായിരുന്നു.
ശങ്കരനാരായണൻ ശ്രീകാന്തിനെ വീട്ടിൽ നിന്നും പുറത്താക്കി. സ്വന്തം അനിയനെ ചതിച്ച നിന്നെ പോലൊരു മകൻ എനിക്കിനി ഇല്ല എന്ന് ശങ്കരനാരായണൻ ആക്രോശിച്ചു. ചന്ദ്രശേഖരനും ശ്രീകാന്തിനെ തള്ളി പറഞ്ഞു. ഗത്യന്തരമില്ലാതെ ശ്രീകാന്ത് നേരെ വർഷയുടെ അടുത്തേക്ക് ചെന്നുവെങ്കിലും തോറ്റവനെ എനിക്കാവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ അവനെ അവിടെ നിന്നും മാട്ടിപ്പായിച്ചു. തിരികെ വീട്ടിലേക്ക് എത്തിയ വിക്രം വേദയെ മുറിയിലേക്ക് വിളിച്ചു. അവൻ അവളുടെ കഴുത്തിലെ താലി ഒന്നുകൂടി അങ്ങ് ശരിയാക്കി വെച്ചു കൊടുത്തു. വേദ, നീ എന്തിനാണ് ഇത്രയും കാലം ഇത് സഹിച്ചത്? എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്ന് അവൻ ചോദിച്ചു. വേദ വിക്രത്തിന്റെ കൈകൾ മുറുകെ പിടിച്ചു. നിങ്ങളെയും അച്ഛനെയും നഷ്ടപ്പെടുമെന്നും പേടിയായിരുന്നു വിക്രം എനിക്ക്. പക്ഷേ എനിക്കറിയാമായിരുന്നു നിങ്ങൾ എന്നെ തേടി വരുമെന്ന്. വിക്രം അവളെ ചേർത്ത് പിടിച്ചു. അവരുടെ ജീവിതത്തിലെ പുതിയൊരു അധ്യായം അവിടെ തുടങ്ങുകയായിരുന്നു. വരുണും ദീപ്തിയും അവരെ കാണാൻ വന്നു. എല്ലാവരും ചേർന്ന് സന്തോഷത്തോടു കൂടത്തിന് അവിടെ ഇരുന്ന് സദ്യ കഴിച്ചു. സുധാകര മാഷിന്റെ തിരോധാനമുണ്ടാക്കിയ മുറിവുകൾ പതിയെ പതിയെ ഉണങ്ങാൻ തുടങ്ങി. വിക്രം തന്റെ പഴയ വർക്ക്ഷോപ്പ് ഒന്ന് വലുതാക്കി പണിയാൻ തന്നെ തീരുമാനിച്ചു. വേദ തന്റെ ജോലിയിൽ വീണ്ടും സജീവമായി. നന്ദിനി പോലും അവസാനം അവരുടെ സ്നേഹത്തിനു മുന്നിൽ തോറ്റ് മാപ്പ് ചോദിച്ചു. അങ്ങനെ കാർമേഘങ്ങൾ ഒഴിഞ്ഞുപോയി. പവിത്രം വീട് സ്നേഹത്തിന്റെ പ്രകാശത്താൽ നിറഞ്ഞു നിൽക്കുന്ന അടിപൊളി സൂപ്പർ രംഗങ്ങളൊക്കെ കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.